ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്ക് റെസിപ്പിയുമായിട്ടാണ്. ആർക്കും തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണിത്. നമ്മളിതിലേക്ക് മൈദയും പഞ്ചസാരയും ഒന്നും ചേർത്തിട്ടില്ല. അതുപോലെ ബീറ്ററും ഓവനും ഒന്നും ഇല്ലാതെയാണ് ഈ ഒരു അടിപൊളി പ്ലം കേക്ക് തയ്യാറാക്കുന്നത്. ബേക്കറിയിൽ കിട്ടുന്നതിനേക്കാളും വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ട് നമുക്ക് ഈ പ്ലം കേക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം കിട്ടും. അപ്പോൾ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള പ്ലം കേക്ക് തയ്യാറാക്കുന്നതിനായി ആദ്യം നമുക്കൊരു ബൗൾ എടുക്കാം. അതിലേക്ക് ഞാനിവിടെ ഒരു 10 ഈന്തപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം ഒരു 1/4 കപ്പ് കറുത്ത മുന്തിരി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ടൂട്ടി ഫ്രൂട്ടി ചേർക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് മഞ്ഞ ടൂട്ടി ഫ്രൂട്ടിയും ഒരു 1/4 കപ്പ് ചുമന്ന ടൂട്ടി ഫ്രൂട്ടിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നിങ്ങളുടെ കയ്യിൽ പച്ച കളർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അതുപോലെ ചെറി ഉണ്ടെങ്കിൽ അതും ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ചേർക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഒരു പാത്രം എടുക്കാം. അതിലേക്ക് 1/4 കപ്പ് ശർക്കര ചേർക്കാം. എന്നിട്ട് അതേ അളവിൽ തന്നെ 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നമ്മൾ അലിയിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് സ്റ്റൗവിലേക്ക് എടുത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും ഈ ശർക്കര നന്നായി അലിഞ്ഞു കിട്ടും. ഇപ്പോൾ ശർക്കര വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ശർക്കരയൊക്കെ നന്നായി അലിഞ്ഞു. ഇനി ചൂടോടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. നല്ല ചൂടോടെ തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് നല്ലപോലെ ഒന്ന് മിക്സാക്കി വെക്കാം. ഇനി ഈ ശർക്കര വെള്ളം നന്നായി തണുക്കണം. അതിന് വേണ്ടിയിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു അരമണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും ഇത് നന്നായി തണുത്ത് കിട്ടും. തണുത്തതിന് ശേഷമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നന്നായി തണുക്കാനായി മാറ്റി വയ്ക്കാം. അടുത്തതായി നമ്മൾ ഏതിലാണോ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് ആ ഒരു പാത്രം എടുക്കാം. ഞാനിവിടെ ഒരു കേക്കിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ അടിവശം പരന്ന ചോറ്റുപാത്രം ഉണ്ടെങ്കിലും എടുക്കാം. പാത്രത്തിലേക്ക് നമുക്ക് എണ്ണ സ്പ്രെഡ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഈ പാത്രത്തിൻ്റെ അളവിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് നമുക്ക് ഈ ബട്ടർ പേപ്പർ ഇതിലേക്ക് വയ്ക്കാം. ബട്ടർ പേപ്പർ ഇല്ല എങ്കിൽ പാത്രത്തിൽ അല്പം എണ്ണ തടവിയതിന് ശേഷം ഗോതമ്പ് പൊടിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്താലും മതിയാകും. ഇപ്പോൾ ബാറ്റർ ഒഴിച്ച് വയ്ക്കാനുള്ള പാത്രം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായി കുറച്ച് വലിപ്പമുള്ള അല്പം കനം കൂടിയ ഒരു പാത്രം എടുക്കാം. ഇതിലേക്ക് ഇതേപോലത്തെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ റിംഗ് ഉണ്ടെങ്കിൽ റിങ്ങും വയ്ക്കാം. രണ്ടുമില്ല എങ്കിൽ ഒരു സ്റ്റീലിൻ്റെ അടപ്പ് ഇതുപോലെ കമിഴ്ത്തി വെച്ച് കൊടുത്താൽ മതിയാകും. അടുത്തതായി ഈ പാത്രം പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റൗ കത്തിച്ച് ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കാം. അടുത്തതായി ഒരു ബൗൾ എടുക്കാം. ഇതിലേക്ക് കേക്കിന് ആവശ്യമുള്ള മാവ് അരിച്ചെടുക്കാം. മാവ് അരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. 1/2 ടീസ്പൂണിന് താഴെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ടിത് അരിച്ചെടുക്കാം. ഞാൻ ഒരു പ്രാവശ്യം മാത്രമാണ് അരിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അരിച്ചെടുക്കാം. ഇപ്പോൾ അരിച്ചെടുത്തപ്പോൾ ഗോതമ്പ് പൊടിയിലുള്ള ഉമിയൊക്കെ സെപ്പറേറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റാം. അടുത്തതായി മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. ഇതിലേക്ക് ഈ ഒരു സൈസിലുള്ള 2 പട്ട, 4 ഏലയ്ക്ക, അതുപോലെ 8 ഗ്രാമ്പു ഇതും അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ചുക്കും കൂടി ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ചേർക്കുമ്പോഴാണ് പ്ലം കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടുക. ഇതിലേക്ക് ഇനി ഒരു 3 ടേബിൾ സ്പൂൺ ശർക്കരയുടെ പൊടി ചേർക്കാം. നമ്മൾ ഏലക്കയും ഗ്രാമ്പും ഒക്കെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇതും കൂടി ചേർക്കുന്നത്. നമ്മൾ ഓൾറെഡി തന്നെ ഒരു 1/4 കപ്പ് ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം ഒരു 3 ടേബിൾ സ്പൂൺ ശർക്കരയും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം.
നിങ്ങളുടെ കയ്യിൽ ഏലക്കയുടെയും ഗ്രാമ്പിൻ്റെയും അതുപോലെ പട്ടയുടെയും ഒക്കെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇതും അരിപ്പയിലിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതും നമ്മൾ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ വരുന്ന ബാക്കിയുള്ളത് നമുക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഈ മാവ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വയ്ക്കാം. അടുത്തതായി വീണ്ടും ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലാതെ തുടച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിവിടെ 2 മുട്ടയാണ് ചേർക്കുന്നത്. എന്ന് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ മുട്ട നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് എണ്ണ ചേർക്കാം. മണമില്ലാത്ത ഏത് ഓയിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. 1/2 കപ്പാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതും ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഒരുപാട് അടിക്കണ്ട, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതിയാകും. ഇപ്പോൾ നമ്മൾ മുട്ടയും എണ്ണയും നന്നായിട്ട് തന്നെ കറക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചറിലാണ് ഉള്ളത്. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ബൗൾ നന്നായിട്ട് തുടച്ച് വെള്ളമൊന്നുമില്ലാത്ത രീതിയിൽ തുടച്ചെടുക്കണം. എന്നിട്ട് നമ്മളിത് ബൗളിലേക്ക് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള മുട്ടയും എണ്ണയും ചേർക്കാം. അടുത്തതായി നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, ആ ബൗൾ എടുക്കാം. നമ്മൾ ശർക്കരയും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് നന്നായി തണുത്തിട്ടുണ്ട്. തണുത്തിട്ട് മാത്രമേ നമ്മളിതിലേക്ക് ചേർക്കാവൂ, ചൂടോടെ ചേർക്കാൻ പാടില്ല. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാനിത് ചേർക്കുന്നത്. ഇതും ഒഴിച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വയ്ക്കാം. അതായത് നമ്മൾ ഈ മുട്ടയുടെയൊക്കെ ഒരു സ്മെല്ല് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് വാനില എസൻസ് 1 സ്പൂൺ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പാണ്. അതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള മാവ് ഇതിലേക്ക് ചേർക്കാം. ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന കേക്കിൻ്റെ ബാറ്ററിനേക്കാളും അല്പം തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് പ്ലം കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാവുക. ഇപ്പോൾ ബാറ്റർ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി റെഡി ചെയ്ത് വെച്ചിട്ടുള്ള കേക്കിൻ്റെ ടിന്നിലേക്ക് ഈ ബാറ്റർ ഒഴിക്കാം. ഇപ്പോൾ ബാറ്റർ മുഴുവനും ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ പാത്രം ഒരു 3 പ്രാവശ്യം ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസൊക്കെ മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. പ്ലം കേക്ക് കാണാൻ നല്ല ഭംഗി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് കാഷ്യൂ നട്ടും കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും അതുപോലെ കറുത്ത മുന്തിരിയൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെറിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളതൊക്കെയാണ് ഞാൻ ചേർത്തത് ഇതേപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാനായി വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഈ ഒരു കേക്കിൻ്റെ പാത്രം ഇറക്കി വയ്ക്കാം. ഇപ്പോൾ ഈ പാത്രം നല്ല ചൂടാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് കേക്കിൻ്റെ പാത്രം അകത്തേക്ക് ഇറക്കി വയ്ക്കാം. ഇനി ഒരു അടപ്പ് വെച്ചിട്ട് ഈ ഒരു വലിയ പാത്രം അടച്ച് വയ്ക്കാം. ഈ അടപ്പിൽ ഇതുപോലെ ഒരു ദ്വാരമുണ്ട്. ആ ദ്വാരം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അടയ്ക്കാം. എനിക്ക് ഈ കേക്ക് തയ്യാറായി കിട്ടിയത് ഒരു 45 മിനിറ്റിലാണ്. ഞാൻ ലോ ടു മീഡിയത്തിലാണ് ഫ്ലെയിം വെച്ചിട്ടുണ്ടായിരുന്നത്. ബാറ്റർ ഒഴിച്ച് പാത്രം വെച്ച ഉടൻ തന്നെ ഞാനൊരു 5 മിനിറ്റ് മീഡിയത്തിലാണ് ഫ്ലെയിം വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ലോയിലാണ് വെച്ചത്. പിന്നെയും ഒരു അരമണിക്കൂറിന് ശേഷം വീണ്ടും മീഡിയത്തിലോട്ടാക്കുകയും 5 മിനിറ്റിന് ശേഷം ലോയിലോട്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെയാണ് എനിക്ക് 45 മിനിറ്റിൽ നമ്മുടെ ഈ കേക്ക് റെഡിയായി കിട്ടിയത്. റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് ഒരു കമ്പി കൊണ്ട് കുത്തി നോക്കി. അപ്പോൾ ആ കമ്പിയിൽ ഒട്ടും തന്നെ മാവ് ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി. ഇനി കേക്കിൻ്റെ പാത്രം പുറത്തോട്ട് എടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് നമ്മളിവിടെ തയ്യാറാക്കിയെടുത്തത്. അത് മൈദയും പഞ്ചസാരയും ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ വളരെ സിമ്പിളായി വീട്ടിലുള്ള സാധനം വെച്ചിട്ട് തയ്യാറാക്കിയെടുത്തു.
ഇനി ഈ കേക്ക് നന്നായി തണുക്കണം. തണുത്തതിന് ശേഷം വേണം ഇത് കട്ട് ചെയ്യാൻ. അപ്പോഴാണ് നമ്മുടെ ഈ കേക്കിൻ്റെ ഫ്ലേവർ അതുപോലെ ടേസ്റ്റൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക. ഇപ്പോൾ കേക്ക് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിമോൾഡ് ചെയ്ത് എടുക്കാം. നമ്മൾ ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കേക്ക് പാത്രത്തിൽ നിന്ന് വിട്ട് വരും. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ അടിവശമാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടും കരിയാതെ തന്നെ നല്ല കറക്റ്റ് പാകത്തിനാണ് നമ്മുടെ കേക്ക് റെഡിയായി കിട്ടിയത്. ഇനി നമുക്ക് ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന രീതിയിലുള്ള അടിപൊളിയായിട്ടുള്ളൊരു കേക്ക് നമ്മളിവിടെ റെഡിയാക്കി എടുത്തു. അതും ഗോതമ്പ് മാവ് വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കിയെടുത്തത്. സൈഡൊക്കെ നല്ല മുരിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ടേസ്റ്റും സൂപ്പറാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ബേക്കറിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും നല്ല കിടു ടേസ്റ്റാണ്. സൈഡൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കേക്ക് മുറിച്ച് കാണിക്കാം, എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പ്ലം കേക്ക് തയ്യാറാക്കിയെടുക്കാം. വളരെ എളുപ്പമാണല്ലേ ഈ പ്ലം കേക്ക് തയ്യാറാക്കിയെടുക്കാൻ. കണ്ടോ, കേക്കിൻ്റെ അകത്തൊക്കെ നല്ല പൂ പോലെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ബേക്കറിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും നല്ല ടേസ്റ്റിയാണ്, അതുപോലെ വളരെ ഹെൽത്തിയുമാണ്. നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തയ്യാറാക്കാം. ഇതേ അളവുകളിൽ സാധനങ്ങൾ എടുത്ത് തയ്യാറാക്കിയാൽ ഇതേപോലത്തെ പെർഫെക്റ്റായ അടിപൊളി കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഇന്ന് കാണിച്ച ഹെൽത്തി ആയിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പി കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ നന്ദി.